നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ബംഗ്ലാദേശിനെ 6 വിക്കറ്റിന് തകർത്തുകൊണ്ട് ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീം ഇന്ത്യയുടെ ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നു. കൈയടിക്കണം നമ്മുടെ പ്രിൻസ് ശുഭ്മൻ ഗില്ലിന്. എന്തൊരു പ്രകടനമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇതാ സെഞ്ചുറി അടിച്ചിരിക്കുന്നു. നോക്കുക, 2025 അദ്ദേഹത്തിൻ്റെ ODIയിലെ പെർഫോമൻസ്. ഫസ്റ്റ് ODIയിൽ ഇംഗ്ലണ്ടിനെതിരെ 50, ഇംഗ്ലണ്ടിനെതിരെയുള്ള സെക്കൻഡ് ODIയിൽ വീണ്ടും 50, ഇംഗ്ലണ്ടിനെതിരെയുള്ള തേർഡ് ODIയിൽ സെഞ്ചുറി, ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ വീണ്ടും സെഞ്ചുറി. സോ ശുഭ്മൻ ഗിൽ പൊളിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഫലമായാണ് ബംഗ്ലാദേശിൻ്റെ 228 എന്ന സ്കോറ് ടീം ഇന്ത്യക്ക് അനായാസം മറികടക്കാൻ പറ്റിയത്. ചേസിങ് അത്ര എളുപ്പമായിരുന്നില്ല. ബോള് ബാറ്റിലേക്ക് അങ്ങ് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ ബാറ്റർമാർ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷേ ശുഭ്മൻ ഗിൽ ഒരു ഭാഗത്ത് അടിയുറച്ച് നിന്നതോടുകൂടി ഇന്ത്യ വിജയതീരത്തേക്ക് എത്തും എന്ന് ഉറപ്പാവുകയായിരുന്നു. KL രാഹുലും ഒപ്പം മികച്ച രൂപത്തിൽ കൂട്ടായിട്ട് നിന്നു. 47 പന്തിൽ നിന്ന് അദ്ദേഹം 41 റൺസാണ് അടിച്ചത്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാച്ച് ഡ്രോപ്പായി പോയി. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 166 റൺസായിരുന്നു. ജയ്ക്കർ അലിയാണ് ആ ക്യാച്ച് വിട്ടത് എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജയ്ക്കർ അലി നമുക്കറിയാമല്ലോ, ബംഗ്ലാദേശ് 35-5 എന്ന നിലയിൽ വീണ സമയത്ത് രക്ഷപ്പെടുത്താൻ ഹൃദോയ്ക്കൊപ്പം നിന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ക്യാച്ച് രോഹിത് വിട്ടത് ബംഗ്ലാദേശിന് അനുകൂലമായിരുന്നെങ്കിൽ ഇപ്പോൾ KL രാഹുലിൻ്റെ ക്യാച്ച് ജയ്ക്കർ അലി ടസ്കിൻ്റെ പന്തിൽ 37ാമത്തെ ഓവറിലാണ് സംഭവിക്കുന്നത്. ആ ക്യാച്ച് വിട്ടത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറുകയായിരുന്നു. പിന്നീട് വിക്കറ്റുകൾ വീഴാതെ ഇന്ത്യ വിജയതീരത്തേക്ക് എത്തുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 228 റൺസിന് ഓൾ ഔട്ടായി. 35 റൺസിന് 5 എന്ന നിലയിൽ നിന്നാണ് അവർ പിന്നെ രക്ഷപ്പെട്ടു പോയത്. അതിൽ നമ്മൾ തീർച്ചയായിട്ടും തൗഹീദ് ഹൃദോയിയുടെ പ്രകടനത്തിന് കൈയടിക്കണം. അദ്ദേഹം 118 പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയിരുന്നു. ഒപ്പം ജയ്ക്കർ അലി 114 പന്തിൽ നിന്ന് 68 റൺസ് അടിച്ച് അദ്ദേഹത്തോടൊപ്പം അടിയുറച്ചു നിന്നു. ഇന്ത്യൻ ബൗളിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനം മുഹമ്മദ് ഷാബിലിന്. അദ്ദേഹം ഒരിക്കൽ കൂടി ICC ഇവൻറ്റിൽ 5 നേടി. 10 ഓവറിൽ 53 റൺസ് അദ്ദേഹം 5 വിക്കറ്റ് എടുത്തപ്പോൾ ഹർഷിത് റാണ 7.4 ഓവറുകളിൽ 3 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. അക്സർ പട്ടേൽ 9 ഓവറിൽ 43 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. അങ്ങനെ 229 എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ്. രോഹിത് ശർമ്മ ചില കിടിലൻ ഷോട്ടുകൾ കളിക്കുന്ന മനോഹരമായ കാഴ്ച ആരാധകരെ സന്തോഷത്തിലേക്ക് എത്തിച്ച സന്ദർഭങ്ങളായിരുന്നു അത്. അദ്ദേഹം 10,000 റൺസ് എന്ന നാഴികക്കല്ലും ഏകദിനത്തിൽ പിന്നിട്ടു. 36 പന്തിൽ നിന്ന് 41 റൺസ് എടുത്ത അദ്ദേഹം ടസ്കിൻ അഹമ്മദിൻ്റെ പന്തിൽ റിഷാദ് ഹുസൈൻ പിടിച്ചു പുറത്താവുകയായിരുന്നു. പിന്നെ വിരാട് കോഹ്ലി ശുഭ്മൻ ഗില്ലിനെ കൂട്ടായിട്ടെത്തി. വിരാട് കോഹ്ലിക്ക് 38 പന്തിൽ നിന്ന് 22 റൺസ് എടുക്കാനായി കഴിഞ്ഞത്. റിഷാദ് ഹുസൈൻ്റെ പന്തിൽ സൗമ്യ സർക്കാർ പിടിച്ചാണ് വിരാട് കോഹ്ലി മടങ്ങിപ്പോയത്. ശ്രേയസ് അയ്യർ വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയി. മുസ്തഫീസുർ റഹ്മാൻ്റെ പന്തിൽ നജ്മുൽ ഹുസൈൻ ഷാൻഡോ പിടിച്ച് മടങ്ങുമ്പോൾ അദ്ദേഹം 17 പന്തിൽ നിന്ന് 15 റൺസാണ് എടുത്തത്. അക്സർ പട്ടേൽ നമ്പർ 5 ഒരിക്കൽ കൂടി ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തി. 12 പന്തിൽ നിന്ന് 8 റൺസ് എടുത്ത അദ്ദേഹത്തെ റിഷാദ് ഹുസൈന് പുറത്താക്കിയായിരുന്നു. റിഷാദ് ഹുസൈൻ വളരെ മനോഹരമായിട്ടാണ് പന്തെറിഞ്ഞത്. അദ്ദേഹം ആണ് ബംഗ്ലാദേശിൻ്റെ ബൗളർമാരിൽ ഏറ്റവും മികവ് കാണിച്ചത് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം 10 ഓവറിൽ 38 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തിയെടുക്കുകയുണ്ടായി. എന്നാൽ KL രാഹുൽ പിന്നെ ശുഭ്മൻ ഗില്ലിനോടൊപ്പം ചേർന്നുകൊണ്ട് പരിക്കുകളില്ലാതെ, കാരണം 144-4 ആ ഘട്ടത്തിൽ അവിടെ നിന്ന് പരിക്കുകളില്ലാതെ ടീം ഇന്ത്യ വിജയത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം 47 പന്തിൽ നിന്ന് 1 4-ഉം 2 6-ഉം അടക്കം 41 റൺസ് അടിച്ചപ്പോൾ ശുഭ്മൻ ഗിൽ കിടിലൻ ബാറ്റിംഗ്. 129 പന്തുകൾ, 9 4, 2 സിക്സർ, 101 റൺസ്. ബാറ്റ് ചെയ്യാൻ ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒരു ട്രിക്കി പിച്ചായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുള്ള പിച്ചായിരുന്നു. ആ പിച്ചിലാണ് അദ്ദേഹം അടിയുറച്ച് നിന്ന ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അതിന് ശുഭ്മൻ ഗില്ലിനെ കൈയടിച്ചേ പറ്റൂ. ഏതായാലും അടുത്ത കളി പാകിസ്ഥാനെതിരെയാണ്. ഇതേ സാഹചര്യത്തിൽ ഇവിടെ പാകിസ്ഥാനിലെ ഇന്നലെ കറാച്ചിയിൽ നടന്ന ആ ഗ്രൗണ്ടിലെ സിറ്റുവേഷനേ അല്ല ദുബായിലെ പിച്ചിൻ്റെ സിറ്റുവേഷൻ, ദുബായിലെ ഗ്രൗണ്ടിൻ്റെ സിറ്റുവേഷൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കണ്ടീഷനോട് ഇപ്പോൾ ഒന്ന് ഇണങ്ങി ചേർന്നിട്ടുണ്ട്. 23-ാം തീയതി പാകിസ്ഥാനെ നേരിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടീമിന് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.